ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5 ഘട്ടങ്ങൾ പൂർത്തിയായി. 5 ഘട്ടങ്ങൾ പൂർത്തിയായി എന്ന് വെച്ചാൽ 429 സീറ്റുകളിലെ വോട്ടെടുപ്പ് കഴിഞ്ഞു എന്നർത്ഥം. ഇനിയിപ്പോൾ 2 ഘട്ടമാണ് ബാക്കിയുള്ളത്. 57 സീറ്റുകൾ വീതമുള്ള 2 ഘട്ടം. ആകെ 114 സീറ്റിലെ വോട്ടെടുപ്പ് നടക്കാനുണ്ട്. ഈ ഒരു സമയത്ത് നിരവധി പ്രവചനങ്ങൾ വരുന്നുണ്ട്. പ്രശാന്ത് കിഷോറിന്റെ പ്രവചനം വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് BJPയുടെ 400 സീറ്റ് എന്ന അവരുടെ പ്രഖ്യാപനത്തിലേക്ക് യാതൊരു കാരണവശാലും എത്തില്ല, 300 സീറ്റ് കടക്കില്ല എന്നാണ് പ്രശാന്ത് കിഷോറിന്റെ നിഗമനം. 272 സീറ്റ് എന്ന് വെച്ചാൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 272 സീറ്റ് BJP നേടുക തന്നെ ചെയ്യുമെന്ന് പ്രശാന്ത് കിഷോർ ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. അതേസമയത്ത് ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകരുടെയും എഴുത്തുകാരുടെയും കൂട്ടായ്മയായ ആൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് അസോസിയേഷന്റെ ഒരു പ്രവചനവും വന്നിട്ടുണ്ട്. അത് എക്സിറ്റ് പോൾ അല്ല, അത് പ്രവചനം മാത്രമാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയ സ്ഥിതികൾ വിശകലനം ചെയ്തുകൊണ്ട് അവർ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിനകത്ത് ആൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് അസോസിയേഷന്റെ റിപ്പോർട്ടിനകത്ത് അവരുടെ ഒരു കണക്കനുസരിച്ച് അവർ പറയുന്നത് ഏകദേശം NDA മുന്നണിക്ക് ലഭിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ 250 താഴെ മാത്രം എന്നാണ്. 250 സീറ്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന കണക്കുകൂട്ടലാണ് ആൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് അസോസിയേഷൻ എത്തിയിരിക്കുന്നത്. അവർ പ്രത്യേകം പറയുന്നുണ്ട്, ഇത് എക്സിറ്റ് പോൾ അല്ല, സർവേ അല്ല, ഇത് ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഓരോ സംസ്ഥാനത്തെയും രാഷ്ട്രീയ സാഹചര്യങ്ങളും കണക്കിലെടുത്ത് തയ്യാറാക്കിയ ഒരു വിശകലനമാണ്, ഒരു അനാലിസിസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ത്യ മുന്നണിക്ക് ലഭിക്കാൻ പോകുന്നത് 253 സീറ്റുകളായിരിക്കും എന്നും കണക്ക് കൂട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ NDAക്ക് 250 സീറ്റ് കടക്കില്ല, ഇന്ത്യ മുന്നണി 253 സീറ്റുകൾ ഉറപ്പായി നേടും, അതിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നും ഓൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് അസോസിയേഷന്റെ നിഗമനത്തിൽ പറയുന്നു. 2019 അവർക്ക് ലഭിച്ചത് എന്ന് വെച്ചാൽ NDAക്ക് ലഭിച്ചിരിക്കുന്നത് 349 സീറ്റാണ്. ആ 349 നിന്ന് ഇത്തവണ 250 നിൽക്കും, അതിനപ്പുറത്തേക്ക് പോകാൻ യാതൊരു സാധ്യതയുമില്ല എന്നാണ് ഓൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് അസോസിയേഷന്റെ കണക്ക്. കഴിഞ്ഞ തവണ ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചത് കേവലം 131 സീറ്റ് മാത്രമാണ്. ആ 131 സീറ്റ് ഇത്തവണ 253 എത്തും എന്നും കണക്ക് കൂട്ടുന്നു. ഈ കണക്ക് പ്രകാരം ഒരു തൂക്ക് സഭ നിലവിൽ വരും എന്നാണ് ഓൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് അസോസിയേഷൻ കണക്ക് കൂട്ടുന്നത്. ഒരു തൂക്ക് സഭ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിർണായകമാകുക ചെറു കക്ഷികളാണ്. എന്ന് വെച്ചാൽ ഈ 2024 ഇലക്ഷനിൽ മറ്റു മുന്നണികൾക്ക്, ഈ 2 മുന്നണികളിലും പെടാത്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ലെങ്കിൽ അതേഴ്സ് എന്ന് പറയുന്ന സ്വതന്ത്രന്മാർ ഉൾപ്പെടെയുള്ളവർക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത് 40 സീറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ 40 സീറ്റ് വളരെ നിർണായകമാകും എന്നാണ് ഓൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് അസോസിയേഷന്റെ കണക്കിൽ പറയുന്നത്. ഇനിയിപ്പോൾ ഓരോ സംസ്ഥാനത്തിലും എത്ര സീറ്റ് കിട്ടും എന്ന് കണക്ക് കൂടി അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ആ കണക്കുകൾ കൂടി നമുക്ക് നോക്കാം. അത് ഇങ്ങനെയാണ്. ആൽഫബറ്റിക് ഓർഡറിലാണ് സംസ്ഥാനങ്ങളുടെ പേര് കൊടുത്തിരിക്കുന്നത്. അത് പ്രകാരം ആന്ധ്രാപ്രദേശിൽ കഴിഞ്ഞ തവണ എന്ന് വെച്ചാൽ 2019 BJP മുന്നണിക്ക് ലഭിച്ചിരിക്കുന്ന സീറ്റ് 3 സീറ്റാണ്, വെറും 3 സീറ്റ്. ഇത്തവണ BJP മുന്നണി അഥവാ NDA 6 സീറ്റ് നേടും ആന്ധ്രാപ്രദേശിൽ എന്നാണ് ഓൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് അസോസിയേഷന്റെ കണക്കുകൾ പറയുന്നത്. 3 സീറ്റ് അധികം NDA മുന്നണിക്ക് ലഭിക്കും. അതേസമയം ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞ തവണ ഒരു സീറ്റ് പോലും ലഭിച്ചിരുന്നില്ല. ഒരു സീറ്റ് പോലും ലഭിക്കാത്ത ആന്ധ്രാപ്രദേശിൽ ഇന്ത്യ മുന്നണി ഇത്തവണ ഒരു സീറ്റ് നേടും എന്നും കണക്ക് കൂട്ടുന്നു ഓൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് അസോസിയേഷന്റെ കണക്കിൽ. അടുത്തത് അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശിൽ കഴിഞ്ഞ തവണ NDA മുന്നണിക്ക് ലഭിച്ചത് 2 സീറ്റാണ്. NDA മുന്നണിക്ക് അരുണാചൽ പ്രദേശിൽ കഴിഞ്ഞ തവണ ലഭിച്ചത് 2 സീറ്റാണ്. ഇത്തവണ ലഭിക്കാൻ പോകുന്നത് ഒരു സീറ്റ് മാത്രമാണ്. ആ ഒരു സീറ്റിന്റെ കുറവ് വരും, അത് ഇന്ത്യ മുന്നണി നേടും എന്നും കണക്കുകൾ പറയുന്നു. 2019 ഇന്ത്യ മുന്നണിക്ക് അരുണാചൽ പ്രദേശിൽ സീറ്റുകൾ ഒന്നും ലഭിച്ചിട്ടില്ല, ഇത്തവണ അത് ഒരു സീറ്റ് നേടും എന്ന കണക്ക് പറയുന്നു. അടുത്ത സംസ്ഥാനം ആസാമാണ്. ആസാമിൽ കഴിഞ്ഞ തവണ NDA മുന്നണി നേടിയത് 9 സീറ്റാണ്. ഇത്തവണ അത് 8 കുറയും, ഒരു സീറ്റ് നഷ്ടപ്പെടും NDA മുന്നണിക്ക്, BJP മുന്നണിക്ക് ആസാമിൽ എന്ന് കണക്കുകൂട്ടുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞ തവണ ലഭിച്ചത് 3 സീറ്റാണ്, അത് 4 ഉയർത്തുകയും ചെയ്യും. ബീഹാറിൽ 39 സീറ്റാണ് കഴിഞ്ഞ തവണ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബീഹാറിൽ 39 സീറ്റാണ് കഴിഞ്ഞ തവണ NDA മുന്നണി BJP മുന്നണി നേടിയത്. ഇത്തവണ അത് 20 കുറയും, 20 സീറ്റായി കുറയും. 19 സീറ്റിന്റെ നഷ്ടമായിരിക്കും ബീഹാറിൽ BJP മുന്നണിക്ക് ഉണ്ടാകുക എന്ന് കണക്ക് പറയുന്നു. എന്നാൽ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞ തവണ കേവലം ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചത്. ആ ഒരു സീറ്റിൽ നിന്ന് ഇത്തവണ 20 സീറ്റിലേക്ക് ഇന്ത്യ മുന്നണിയുടെ സീറ്റ് നില ഉയർത്തും. എന്ന് വെച്ചാൽ 19 സീറ്റുകളുടെ നേട്ടം ഇന്ത്യ മുന്നണി ഉണ്ടാക്കും എന്നതാണ് ഈ കണക്ക് പറയുന്നത്. അടുത്തത് ഛത്തീസ്ഗഡ് ആണ്. ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ തവണ NDA മുന്നണി 9 സീറ്റാണ് ലഭിച്ചത്, 9 സീറ്റ്.
അത് ഇത്തവണ 8 കുറയും. എന്ന് വെച്ചാൽ ഒരു സീറ്റിന്റെ നഷ്ടം ഛത്തീസ്ഗഡിൽ BJPക്ക് ഉണ്ടാകും. കഴിഞ്ഞ തവണ ഇന്ത്യ മുന്നണി ഛത്തീസ്ഗഡിൽ 2 സീറ്റാണ് ലഭിച്ചത്, അത് 3 ഉയർത്തും. ഗോവയിൽ കഴിഞ്ഞ തവണ ഒരു സീറ്റാണ് BJP മുന്നണിക്ക് ലഭിച്ചത്, ആ ഒരു സീറ്റ് ഇത്തവണ നിലനിർത്തും. അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിക്ക് ഒരു സീറ്റ് ഇത്തവണ ലഭിക്കും. കഴിഞ്ഞ തവണയും ഒരു സീറ്റായിരുന്നു 1-1. ഗുജറാത്താണ് ഏറ്റവും നിർണായകം. ഗുജറാത്തിൽ 26 സീറ്റാണ് കഴിഞ്ഞ തവണ BJP മുന്നണി നേടിയത്, 26 സീറ്റ്. അത് ഇത്തവണ 25 ചുരുങ്ങും. ഒരു സീറ്റ് മാത്രമേ ഗുജറാത്തിൽ BJPക്ക് നഷ്ടപ്പെടുകയുള്ളൂ എന്നാണ് ഓൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് അസോസിയേഷന്റെ കണക്കിൽ പറയുന്നത്. ഒരു സീറ്റ് മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ. ആ ഒരു സീറ്റ് ഇത്തവണ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും. കഴിഞ്ഞ തവണ ഇന്ത്യ മുന്നണിക്ക് 0 സീറ്റാണ് ഗുജറാത്തിൽ ലഭിച്ചത്. ആ 0-ൽ നിന്ന് 1-ലേക്ക് ഇന്ത്യ മുന്നണി എത്തും. BJPക്ക് ഒരു സീറ്റ് കുറയും ഗുജറാത്തിൽ എന്നാണ് കണക്ക്. കാരണം ഗുജറാത്ത് BJPയുടെ തട്ടകമാണ്, നരേന്ദ്രമോദിയുടെ തട്ടകമാണ്. അവിടെ മുഴുവൻ സീറ്റിൽ ജയിച്ച് വരേണ്ടത് BJPയുടെ ആവശ്യമാണ്. എന്നാൽ ഇത്തവണ അത് നടക്കില്ല എന്നാണ് ഓൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് അസോസിയേഷന്റെ കണക്കുകളിൽ പറയുന്നത്. ഗുജറാത്ത് കഴിഞ്ഞാൽ ഹരിയാന 10 സീറ്റാണ് കഴിഞ്ഞ തവണ നേടിയത്, 10 സീറ്റ്. എന്നാൽ ഇത്തവണ ആ 10 6 ചുരുങ്ങും. 4 സീറ്റ് BJPക്ക് നഷ്ടപ്പെടും എന്നാണ് ഓൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് അസോസിയേഷൻ പറയുന്നത്. അതേസമയം ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞ തവണ 0 സീറ്റാണ് ലഭിച്ചത്. ആ 0 സീറ്റിൽ നിന്ന് 3 സീറ്റിലേക്ക് ഇന്ത്യ മുന്നണി ഉയരും. അങ്ങനെ ഇന്ത്യ മുന്നണി 3 സീറ്റിന്റെ നേട്ടം ഹരിയാനയിൽ ഉണ്ടാക്കും എന്നാണ് കണക്ക് കൂട്ടുന്നത്. അതോടൊപ്പം തന്നെ ഹിമാചൽ പ്രദേശ് കഴിഞ്ഞ തവണ 3 സീറ്റാണ് NDA മുന്നണിക്ക് BJP മുന്നണിക്ക് ലഭിച്ചത്. ഇത്തവണ അത് 2 കുറയും. ഒരു സീറ്റ് ഇന്ത്യ മുന്നണി നേടും. ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞ തവണ ഒരു സീറ്റാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ 2 സീറ്റ് ഇന്ത്യ മുന്നണി നേടും ഹിമാചൽ പ്രദേശിൽ എന്നാണ് കണക്ക്. ജാർഖണ്ഡിൽ 12 സീറ്റാണ് കഴിഞ്ഞ തവണ NDA കരസ്ഥമാക്കിയത്, 12 സീറ്റ്. ആ 12 സീറ്റിൽ ഇത്തവണ 7 സീറ്റ് മാത്രമേ BJPക്ക് ലഭിക്കുകയുള്ളൂ. 5 സീറ്റിന്റെ നഷ്ടം ജാർഖണ്ഡിൽ ഉണ്ടാകും എന്ന് കണക്ക് കൂട്ടുന്നു. അതേസമയം ഇന്ത്യ മുന്നണിക്ക് 2 സീറ്റാണ് ഉണ്ടായിരുന്നത്, അത് 7 സീറ്റായി ഉയർത്തും. 5 സീറ്റിന്റെ നേട്ടം. കർണാടകയിൽ കഴിഞ്ഞ തവണ BJP മുന്നണിക്ക് 26 സീറ്റ് നേടിയിരുന്നു, 26 സീറ്റ്. ആ 26 സീറ്റിൽ ഇത്തവണ 9 സീറ്റ് മാത്രമേ BJPക്ക് ലഭിക്കുകയുള്ളൂ. 26 നിന്ന് 9-ലേക്ക് BJP വീഴും. 17 സീറ്റിന്റെ നഷ്ടമുണ്ടാകും. എന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞ തവണ ലഭിച്ചത് വെറും ഒരു സീറ്റ് മാത്രമാണ്. ആ ഒരു സീറ്റിൽ നിന്ന് 19 സീറ്റിലേക്ക് ഇന്ത്യ മുന്നണി കയറും എന്നാണ്. കർണാടകയിൽ വൻ മുന്നേറ്റം ഇന്ത്യ മുന്നണി ഉണ്ടാക്കും എന്നാണ് ഈ കണക്കുകൾ പറയുന്നത്. ഇനിയിപ്പോൾ കേരളത്തിലേക്ക് വന്നാൽ കഴിഞ്ഞ തവണ 0 സീറ്റാണ് ലഭിച്ചത്, ഇത്തവണയും അത് 0 ആയിരിക്കും. BJPക്ക് കേരളത്തിൽ ഒരു സീറ്റും ലഭിക്കാൻ ഇടയില്ല എന്നാണ് ഈ കണക്കുകൾ പറയുന്നത്. 20 സീറ്റും ഇന്ത്യ മുന്നണിക്കായിരിക്കും. LDF ആയാലും UDF ആയാലും അത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അതുകൊണ്ട് 20 സീറ്റും ഇത്തവണ ഇന്ത്യ മുന്നണിക്ക് തന്നെയായിരിക്കും കേരളത്തിൽ എന്ന് പറയുന്നു. BJP അക്കൗണ്ട് തുറക്കില്ല. മധ്യപ്രദേശിൽ 28 സീറ്റാണ് മധ്യപ്രദേശിൽ കഴിഞ്ഞ തവണ BJP നേടിയത്. ആ 28-ൽ നിന്ന് 24 ചുരുങ്ങും. 4 സീറ്റ് നഷ്ടപ്പെടും. അത് ഇന്ത്യ മുന്നണി കഴിഞ്ഞ തവണ ലഭിച്ച ഒരു സീറ്റിൽ നിന്ന് ഇത്തവണ 5 സീറ്റായി ഉയർത്തും മധ്യപ്രദേശിൽ എന്ന് പറയുന്നു. മഹാരാഷ്ട്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംസ്ഥാനം. ആ സംസ്ഥാനത്ത് കഴിഞ്ഞ തവണ BJPക്ക് ലഭിച്ചത് 38 സീറ്റാണ്. ആ 38 സീറ്റിൽ നിന്ന് ഇത്തവണ 24 സീറ്റായി ചുരുങ്ങും. 14 സീറ്റിന്റെ നഷ്ടം. അതേസമയം ഇന്ത്യ മുന്നണി 9 സീറ്റിൽ നിന്ന് 20 സീറ്റായി ഉയർത്തും. 11 സീറ്റിന്റെ നേട്ടമുണ്ടാക്കും ഇന്ത്യ മുന്നണി മഹാരാഷ്ട്രയിലും BJPക്ക് വൻ തിരിച്ചടി നേരിടും എന്നാണ് ഈ കണക്കുകൾ പറയുന്നത്. മണിപ്പൂരിൽ 2 സീറ്റാണുള്ളത്. ആ 2 സീറ്റ് കഴിഞ്ഞ തവണ BJPക്കായിരുന്നു. ഇത്തവണ BJPക്ക് മണിപ്പൂർ സീറ്റൊന്നും ലഭിക്കാൻ ഇടയില്ല. ആ 2 സീറ്റും ഇന്ത്യ മുന്നണിക്കായിരിക്കും എന്നും കണക്കുകൾ പറയുന്നു. അതിനുശേഷം മേഘാലയയിൽ കഴിഞ്ഞ തവണ ഒരു സീറ്റ് BJP ആ സീറ്റ് നിലനിർത്തും. ഒരു സീറ്റ് ഇന്ത്യ മുന്നണിക്ക് അത് അതുപോലെ തുടരാനാണ് സാധ്യത. മിസോറാമിൽ ആകെയുള്ള ഒരു സീറ്റ് അത് ഇന്ത്യ മുന്നണി നേടും എന്ന് കണക്ക് പറയുന്നു. നാഗാലാൻഡിൽ ഒരു സീറ്റായിരുന്നു BJPക്ക് കഴിഞ്ഞ തവണ ലഭിച്ചത്, ഇത്തവണ അത് ഒരു സീറ്റായി തന്നെ നിലനിർത്തും. അവിടെ നാഗാലാൻഡിൽ ഇന്ത്യ മുന്നണിക്ക് സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ല. ഒഡീഷയിൽ കഴിഞ്ഞ തവണ 8 സീറ്റായിരുന്നു BJPക്ക്, ഇത്തവണ അത് 8 സീറ്റ് തന്നെയായിരിക്കും. അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞ തവണ ഒരു സീറ്റാണ്, ഇത്തവണ അത് 2 സീറ്റായി ഉയർത്തും. അങ്ങനെ ഒരു സീറ്റിന്റെ നേട്ടം ഇന്ത്യ മുന്നണി ഒഡീഷയിൽ ഉണ്ടാക്കും എന്ന് കണക്കുകൾ പറയുന്നു. പഞ്ചാബിൽ കഴിഞ്ഞ തവണ 2 സീറ്റ് BJPക്ക്, ഇത്തവണ അത് 2 തന്നെ നിലനിർത്തും. അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിക്ക് 9 സീറ്റ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. ആ 9 സീറ്റ് 10 സീറ്റാക്കി ഉയർത്തുമെന്നും ഓൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് അസോസിയേഷന്റെ കണക്കുകൾ പറയുന്നു. ഇനിയിപ്പോൾ രാജസ്ഥാൻ 24 സീറ്റ് കഴിഞ്ഞ തവണ രാജസ്ഥാനിൽ കഴിഞ്ഞ തവണ നേടിയ 24 സീറ്റ് ഇത്തവണ BJPക്ക് 15 സീറ്റായി കുറയും. 9 സീറ്റിന്റെ നഷ്ടം. അതേസമയം ഇന്ത്യ മുന്നണിക്ക് ഒരു സീറ്റാണ് കഴിഞ്ഞ തവണ ലഭിച്ചത്, അത് 10 സീറ്റായി ഉയരും. 9 സീറ്റിന്റെ ലാഭം ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാകും.
അതുകഴിഞ്ഞ തമിഴ്നാട്ടിൽ കഴിഞ്ഞ തവണ BJP മുന്നണിക്ക് സീറ്റുകളൊന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ ഇന്ത്യ മുന്നണിക്ക് 39 സീറ്റ് കഴിഞ്ഞ തവണ ലഭിച്ചിരുന്നു. അത് 38 കുറയുമെന്നും ഒരു സീറ്റ് മറ്റുള്ള അതേഴ്സ് എന്ന് വെച്ചാൽ AIDMK നേടുമെന്നുമാണ് ഈ കണക്കുകൾ പറയുന്നത്. 39 സീറ്റാണ് DMK മുന്നണിക്ക് കഴിഞ്ഞ തവണ ലഭിച്ചത്. അത് 38 ചുരുങ്ങും. തെലങ്കാനയിൽ 4 സീറ്റാണ് കഴിഞ്ഞ തവണ BJP മുന്നണി നേടിയത്. ഇത്തവണ അത് 4 സീറ്റ് തന്നെയായിരിക്കും. 3 സീറ്റാണ് കഴിഞ്ഞ തവണ ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചത്. അത് 12 ഉയർത്തും. 9 സീറ്റിന്റെ നേട്ടം ഇത്തവണ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും എന്നാണ് കണക്കുകൾ. അടുത്ത ത്രിപുരയാണ്. ത്രിപുരയിൽ 2 സീറ്റാണ് കഴിഞ്ഞ തവണ BJP മുന്നണി നേടിയത്. ആ 2 സീറ്റ് നിലനിർത്തും. ഇന്ത്യ മുന്നണിക്ക് ഒരു സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ല എന്ന് കണക്കുകൾ പറയുന്നു. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ 64 സീറ്റാണ് കഴിഞ്ഞ തവണ BJP മുന്നണി നേടിയത്. 64 സീറ്റ്. ആ 64 നിന്ന് 48 സീറ്റിലേക്ക് ഇത്തവണ BJP വീഴും എന്നാണ് പറയുന്നത്. 16 സീറ്റിന്റെ നഷ്ടം BJP മുന്നണിക്ക് ഉത്തർപ്രദേശിലുണ്ടാകും. ആ നേട്ടം ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ത്യ മുന്നണിയായിരിക്കും. ഇന്ത്യ മുന്നണി 6 നിന്ന് 32ലേക്ക് ഉയരും. 26 സീറ്റിന്റെ ലാഭം കഴിഞ്ഞ തവണത്തെക്കാളും ഇത്തവണ ഇന്ത്യ മുന്നണിക്കുണ്ടാകും എന്നാണ് ഈ കണക്കുകൾ പറയുന്നത്. അടുത്തത് ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിൽ ആകെ 5 സീറ്റാണ് കഴിഞ്ഞ തവണ BJP മുന്നണിക്ക് ലഭിച്ചത്. ഇത്തവണ 4 സീറ്റ് മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ. ഒരു സീറ്റ് നഷ്ടപ്പെടും. ആ ഒരു സീറ്റ് ഇന്ത്യ മുന്നണി നേടും. വെസ്റ്റ് ബംഗാളിൽ കഴിഞ്ഞ തവണ 18 സീറ്റാണ് BJP നേടിയത്. ആ 18 സീറ്റും ഇത്തവണ നിലനിർത്തും BJP എന്നാണ് ഓൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് അസോസിയേഷൻ പറയുന്നത്. 24 സീറ്റാണ് ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചത്. ആ 24 സീറ്റ് ഇന്ത്യ മുന്നണി നിലനിർത്തും എന്നും കണക്കുകൾ പറയുന്നു. അടുത്തത് ദില്ലിയാണ്. ദില്ലിയിൽ കഴിഞ്ഞ തവണ 7 സീറ്റ് നേടിയത് BJP മുന്നണിയാണ്. 4 സീറ്റ് മാത്രമേ ഇത്തവണ ലഭിക്കാൻ സാധ്യതയുള്ളൂ. 3 സീറ്റ് നഷ്ടപ്പെടും. ആ 3 സീറ്റ് ഇന്ത്യ മുന്നണി നേടും എന്നാണ് ഓൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് അസോസിയേഷന്റെ കണക്ക്. ജമ്മു ആൻഡ് കാശ്മീരിൽ 3 സീറ്റാണ് കഴിഞ്ഞ തവണ BJP മുന്നണി നേടിയത്. അത് ഒരു സീറ്റായി ചുരുങ്ങും. 2 സീറ്റിന്റെ നഷ്ടം. ആ 2 സീറ്റ് ഇന്ത്യ മുന്നണി നേടും. 3 സീറ്റിൽ നിന്ന് 5 സീറ്റിലേക്ക് ഉയരുമെന്നാണ് ജമ്മു ആൻഡ് കാശ്മീരിന്റെ കണക്ക്. അത് കഴിഞ്ഞാൽ കേന്ദ്രഭരണ പ്രദേശമാണ്. എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ചേർന്നിട്ട് BJP കഴിഞ്ഞ തവണ നേടിയത് 2 സീറ്റാണ്. അത് ഇത്തവണ 1 ചുരുങ്ങും. കഴിഞ്ഞ തവണ 3 സീറ്റാണ് ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചത്. അത് 5 വർദ്ധിക്കും. 2 സീറ്റിന്റെ നേട്ടമുണ്ടാക്കും എന്നാണ് കണക്ക്. അങ്ങനെ ആകെ കഴിഞ്ഞ തവണ BJP മുന്നണിക്ക് ലഭിച്ചത് 349 സീറ്റാണ്. കഴിഞ്ഞ തവണ BJPക്ക് മുന്നണിക്ക് ലഭിച്ചത് 349 സീറ്റാണ്. ആ 349 സീറ്റ് ഇത്തവണ 250 കുറയും. 99 സീറ്റിന്റെ നഷ്ടം. അതേസമയം ഇന്ത്യ മുന്നണി 131 സീറ്റാണ് കഴിഞ്ഞ തവണ ലഭിച്ചത്. അത് 253 ഉയർത്തും. 122 സീറ്റിന്റെ ലാഭം. 122 സീറ്റ് അധികം നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഇന്ത്യ മുന്നണി മാറും എന്നാണ് ഓൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് അസോസിയേഷന്റെ കണക്കുകൾ പറയുന്നത്. ഇതൊരു എക്സിറ്റ് പോൾ അല്ല, ഇതൊരു അസസ്മെന്റ് മാത്രമാണ്. ഇതൊരു സർവേ അല്ല, അസസ്മെന്റ് മാത്രമാണ് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് ഓൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് അസോസിയേഷൻ. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം ഉത്തർപ്രദേശിനെ കുറിച്ച് തന്നെയാണ്. ഉത്തർപ്രദേശാണ് BJPയുടെ തട്ടകം. അവിടെ മുഴുവൻ സീറ്റുകളും നേടുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. ആ നേട്ടം കൈവരിക്കാൻ BJPക്ക് കഴിയില്ല. 64 സീറ്റ് കഴിഞ്ഞ തവണ നേടിയ BJP 48 സീറ്റ് മാത്രമേ നേടുകയുള്ളൂ. 16 സീറ്റ് BJPക്ക് നഷ്ടപ്പെടും എന്നാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള കണക്കുകൾ. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിൽ BJPക്ക് തിരിച്ചടി ഉണ്ടാകും. എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ വൻ മുന്നേറ്റം ഉണ്ടാക്കിയ സംസ്ഥാനങ്ങളിലെല്ലാം ഇത്തവണ BJPക്ക് തിരിച്ചടി നേരിടും എന്നാണ് ഈ കണക്കുകൾ പറയുന്നത്. ഓൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് അസോസിയേഷന്റെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് പ്രകാരം 349 സീറ്റ് ഉണ്ടായിരുന്ന BJP മുന്നണിക്ക് ഇത്തവണ 250 താഴെ സീറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ. 131 സീറ്റ് ഉണ്ടായിരുന്ന NDA മുന്നണി ഇത്തവണ അത് 253 സീറ്റായി വർദ്ധിപ്പിക്കും എന്നാണ് കണക്കുകൾ പറയുന്നത്. 122 സീറ്റ് അധികം ഇന്ത്യ മുന്നണി നേടും എന്നും ഈ കണക്കുകൾ പറയുന്നു.